الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, അത് മാസങ്ങളാവട്ടെ, അതേപോലെ തന്നെ സ്ഥലങ്ങളാവട്ടെ, അല്ലെങ്കിൽ മലക്കുകളാവട്ടെ, മനുഷ്യരാവട്ടെ, ചിലതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫള് നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ അഥവാ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. മറ്റു ദിവസങ്ങൾക്കൊന്നുമില്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ ഉള്ളതായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ, ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ആ യൗമുൽ ജുമുഅയുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ അവർ നിർവഹിക്കേണ്ടതായ ധാരാളം കർമ്മങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ആദാബുകൾ നമുക്ക് പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
അവിടെ നമുക്കറിയാം യൗമുൽ ജുമുഅ, ജുമുഅ എന്ന അറബിയിലെ പദം തന്നെ ജമാഅ എന്നതിൽ നിന്നൊക്കെ അത് സംഘം, ആളുകൾ സംഗമിക്കുന്നു, സമ്മേളനം എന്നൊക്കെയാണ് ആ പദത്തിന്റെ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം. എങ്ങനെയാണ് ഈ ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന് വന്നത്? ഒരു നാട്ടിലെ മുഴുവൻ മനുഷ്യരും, അവിടുത്തെ വിശ്വാസികളെല്ലാം അവർ ജുമുഅ നമസ്കാരത്തിന്, അത് ഖുതുബക്ക് വേണ്ടി അവരെല്ലാം സംഗമിക്കുന്ന ഒരു പ്രത്യേക സമയം ഇതിലുള്ളത് കൊണ്ടാണ് യൗമുൽ ജുമുഅ എന്ന പേരു തന്നെ ഈ ദിവസത്തിന് വന്നത് എന്ന് മഹാനായ അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഇതിന് വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ ദിവസം എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം അന്നേ ദിവസം ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുക എന്നതുകൊണ്ടാണ് എന്ന്. ഇവിടെ സഹോദരങ്ങളെ, നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരേ ഒരു ദിനമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ജുമുഅ, സൂറത്തുൽ ജുമുഅയിലൂടെ കൃത്യമായി അത് വിശദീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ധാരാളം ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന ഹദീസ് നമുക്ക് കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് അത് വെള്ളിയാഴ്ച ദിവസമാകുന്നു എന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമ്മൾ കാണുന്നത്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ് എന്നാണ്. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസം യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിനമാണ്. എന്നിട്ട് ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തിൽ നടന്ന ചരിത്രപരമായ ചില സംഭവങ്ങൾ പ്രവാചകനെ, ഫീഹി ഖുലിഖ ആദം, ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയിലാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയിലാണ്. വഫീഹി ഉഖ്രിജ മിൻഹാ, ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് വെള്ളിയാഴ്ചയിലാണ്. ആദം നബി അലൈഹിസ്സലാമിയുടെ തൗബ സ്വീകരിക്കപ്പെടുന്നത് വെള്ളിയാഴ്ചയിലാണ്. ആദം നബി അലൈഹിസ്സലാം മരണപ്പെടുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. എന്നിട്ട് ഹദീസിൽ അവസാന പ്രയോഗം, വലാ തഖൂമുസ് സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ഈ ലോകത്തിന്റെ അവസാനം സംഭവിക്കുന്നത് ഒരു വെള്ളിയാഴ്ചയിലായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, ജിന്നുകളും മറ്റു പക്ഷി മൃഗാദികളുമെല്ലാം വെള്ളിയാഴ്ച രാവാകുമ്പോൾ അവർ ഭയവിഹ്വലരായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റു പക്ഷികളും മൃഗങ്ങളും ഒക്കെ. എന്നാൽ പേടിക്കാത്ത രണ്ട് വിഭാഗം, അത് ഇൻസും ജിന്നുമാണ് എന്ന് പറഞ്ഞ ഹദീസ് കാണാൻ സാധിക്കും. കാരണം ഇന്ന് അന്ത്യനാൾ സംഭവിക്കുമോ എന്ന പേടി മറ്റു സൃഷ്ടിചരാചരങ്ങൾക്ക് ഉണ്ടാകുമെന്നും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നമ്മുടെ മുൻ സമുദായങ്ങൾക്ക് ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹു വെള്ളിയാഴ്ചയിലൂടെ ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളിൽ നമുക്ക് കാണാം. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബ്ലനാ, നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളിൽ നിന്നും വെള്ളിയാഴ്ചയിൽ നിന്ന് അവരെ അല്ലാഹു തെറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫകാനലിൽ യഹൂദ്, ജൂതന്മാർ യഹൂദികൾക്ക് യൗമുസ് സബ്ത്, അവർക്ക് പ്രത്യേകമായി അവർ ഫളിലുള്ള ദിവസമായി അവർ കണ്ടത് ശനിയാഴ്ചയിലാണ്. അതേപോലെ തന്നെ പിന്നെ യഹൂദികൾ കണ്ടത് യൗമുസ് സബ്താണ്, ശനിയാഴ്ച ദിവസമാണ്. വകാനലിൻ നസ്വാറ, നസ്വാറാക്കൾ പ്രത്യേകമായി കണ്ടത് യൗമുൽ അഹദ്, ഞായറാഴ്ച ദിവസമാണ്. എന്നാൽ ഫജാ അല്ലാഹു ബിനാ ഫഹദാനാ ഫഹദാനല്ലാഹു ലിയൗമിൽ ജുമുഅ, എന്നാൽ അല്ലാഹു നമ്മളെയും കൊണ്ട് വഴി നടത്തി, അല്ലാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയിരിക്കുന്നു യൗമുൽ ജുമുഅയെ ഈ ഉമ്മത്തിന് അല്ലാഹു പ്രത്യേകമാക്കി നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫജഅലൽ ജുമുഅത വസ്സബത വൽ അഹദ വകദാലിക ഹും തബഉൻ ലനാ യൗമൽ ഖിയാമ നഹ്നുൽ ആഖിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ അങ്ങനെ വെള്ളിയും ശനിയും ഞായറുമായി അതുപ്രകാരം തന്നെയായിരിക്കും അന്ത്യദിനത്തിലും അവർ നമുക്ക് ശേഷമായിരിക്കും വരിക. നാം ഇഹലോകത്ത് അവസാനത്തിലാണെങ്കിലും അന്ത്യദിനത്തിൽ മറ്റു സൃഷ്ടികളെക്കാൾ മുമ്പേ വിചാരണ ചെയ്യപ്പെടുന്നത് നാം ആയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിലെ കർമ്മങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ അദബുകളായി, മര്യാദകളായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇവിടെ സഹോദരന്മാരെ, ഈ വെള്ളിയാഴ്ച ശ്രേഷ്ഠകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ അറിയേണ്ടത് വെള്ളിയാഴ്ച രാവ് പുലരുമ്പോൾ മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭൂതി നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ വ്യാഴാഴ്ച എന്ന് പറയുന്നത് ആ മഗ്രിബ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ യൗമുൽ ജുമുഅയിലേക്ക് എത്തി. അടുത്ത അസ്തമയം വരെ, അസ്തമിച്ചത് മുതൽ അസ്തമയം വരെയാണ് ഒരു ദിവസം യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഇല്ലാത്ത പ്രത്യേകമായ ഒരു ആത്മീയമായ ഉണർവ് നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഈ യൗമുൽ ജുമുഅയിൽ വെള്ളിയാഴ്ചയാകുമ്പോ ആ വ്യാഴാഴ്ചത്തെ മഗ്രിബ് കഴിയുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ നീയത്തൊന്ന് ശരിയാക്കിയാൽ, നമുക്ക് ചെറിയ ഒരു ശ്രദ്ധ നൽകിയാൽ ധാരാളം പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ജുമുഅ ദിവസം എന്ന് പറയുന്നത്. അത്തരം ചില സുന്നത്തുകൾ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ നന്മകൾ ഒന്നൊടിയാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എത്രയെത്ര കർമ്മങ്ങൾക്കുള്ള അവസരമാണ് വെള്ളിയാഴ്ച ദിവസത്തിലുള്ളത്. ഇവിടെ ജുമുഅക്ക് വരുന്നതിന്റെ മര്യാദകൾ പറഞ്ഞപ്പോ അവിടെ പ്രവാചകൻ പറഞ്ഞ ഒന്ന്, ഇദാ ജാഅ അഹദുകുമുൽ ജുമുഅ, നിങ്ങൾ ജുമുഅക്ക് വരികയാണെങ്കിൽ ഫല്യഗ്തസിൽ, അവൻ കുളിച്ചുകൊള്ളട്ടെ. അപ്പൊ നമുക്ക് പുതിയൊരു കാര്യമല്ല, എല്ലാവരും കുളിച്ചാണ് വരുന്നത്. എന്നാൽ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും കുളിക്കുന്നത് പോലെയാണോ വെള്ളിയാഴ്ചയിലെ കുളി? അതിന് പ്രത്യേകമായി നിയത്ത് വേണം. പ്രവാചകൻ യൗമുൽ ജുമുഅയിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഒരു കുളിയുണ്ട്. ആ നിയത്തോടുകൂടെയാണെങ്കിൽ ഒരാൾ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ രാവിലെ അവൻ ഓഫീസിലേക്ക്, അവന്റെ കടയിലേക്ക് പോകുമ്പോൾ കുളിച്ചിറങ്ങുന്ന വ്യക്തി വെള്ളിയാഴ്ചയിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ സാധാരണ കുളിക്കുന്ന കുളി അവിടെ പ്രതിഫലാർഹമായി തീരുകയാണ്. ഒരു നിയ്യത്ത് അവിടെ വെക്കുന്നതോടുകൂടെ അവിടെ ഒരു കൂലി ലഭിക്കുകയാണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി വലബിസ മിൻ അഹ്സനി സിയാബിഹി, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ വെള്ളിയാഴ്ച ജുമുഅക്ക് വരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന്, അവന്റെ കയ്യിൽ സുഗന്ധമുണ്ടെങ്കിൽ ആ സുഗന്ധം അവൻ പുരട്ടിക്കൊണ്ട് വെള്ളിയാഴ്ച ജുമുഅക്ക് അവൻ വരട്ടെ. അതേപോലെ തന്നെ ജുമുഅക്ക് നടക്കുന്നതിനിടയിൽ സംസാരിക്കുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി വിരോധിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം. മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ ഖുൽത ലി സാഹിബിക്, നിന്റെ കൂട്ടുകാരനോട് നീ പറയുന്നു അൻസിത്, ഒരാൾ സംസാരിക്കാണ്, ആ സംസാരിക്കുന്ന ആളോട് നീ മിണ്ടാതിരിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ, വൽ ഇമാമു യഖ്തുബ്, ഇമാമു ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫഖദ് ലഗൗത, അവന്റെ ജുമുഅക്ക് പോലും ഭംഗം വരും, അവന്റെ ജുമുഅ പോലും എന്തും അവൻ തെറ്റു ചെയ്തവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസാരം പൂർണ്ണമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅയുടെ വേളയിൽ വിരോധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ വെള്ളിയാഴ്ച പല്ലുതേക്കൽ പ്രത്യേകം സുന്നത്തായി നമുക്ക് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. റസൂലുള്ളാഹി വെള്ളിയാഴ്ചയെ പരിചയപ്പെടുത്തിയത് ഇന്ന ഹാദാ യൗമു ഈദിൻ, ഒരു ഈദിന്റെ ദിവസമാണ്, ഒരു ചെറിയ ഈദിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ഈ ദിവസം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച ചെറിയ ഒരു ഈദിന്റെ ദിവസമാണ് പ്രവാചകൻ പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അവിടെ കുളി പറഞ്ഞു, സുഗന്ധം പറഞ്ഞു. അതിന്റെ കൂടെ മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി പറഞ്ഞത് വഅലൈക്കും ബിസ്സിവാക്ക്, അവൻ മിസ്വാക്ക് ചെയ്യുകയും ചെയ്യട്ടെ. വെള്ളിയാഴ്ചയിൽ പ്രത്യേകം മിസ്വാക്ക് ചെയ്യുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കാൽനടയായി ജുമുഅക്ക് വരുന്നതിന് അടുത്ത് സമീപത്തൊക്കെയുള്ള ആളുകൾ കാൽനടയായി തന്നെ ജുമുഅക്ക് എത്തുന്നതിനെ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ
സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വെള്ളിയാഴ്ച എല്ലാ സമയത്തും എല്ലാ ദിവസത്തിലും നമുക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കണം. എന്നാൽ വെള്ളിയാഴ്ചയിൽ അത് പ്രത്യേകമായി റസൂൽ പ്രോത്സാഹിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജുമുഅ ദിവസത്തിൽ റസൂൽ പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠകരമായ ദിവസം അത് വെള്ളിയാഴ്ച ദിനമാണ്. എന്നിട്ട് അതിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞ റസൂൽ പറഞ്ഞു, നിങ്ങൾ അധികരിപ്പിക്കുക, അലയ്യ മിനസ് സ്വലാത്ത്, എന്റെ പേരിലുള്ള സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കുക. ഫൈന സ്വലാത്തകും മഅറൂലത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച സഹോദരങ്ങളെ, വെള്ളിയാഴ്ച രാവാകുമ്പോൾ തന്നെ നമുക്കതിന്റെ ആ മര്യാദകളും അതിന്റെ ഒരുക്കങ്ങളും, നമുക്ക് വെള്ളിയാഴ്ച ധാരാളം തിരക്കുകൾ ഉണ്ടാകും. ആ തിരക്കുകളൊക്കെ ഒന്ന് വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞ് അവിടെ യൗമുൽ ജുമുഅയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേകമായ ആ നിലക്കുള്ള വെള്ളിയാഴ്ചയാണെന്നൊരു ബോധം നമ്മളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഇവിടെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഈ ദിവസത്തിന്റെ പ്രാധാന്യം പതിയെ പതിയെ ചോർന്നു പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ചയെ മറ്റു ദിവസങ്ങളെക്കാൾ പ്രാധാന്യത്തോടെയാണ് സലഫുസ് സ്വാലിഹീങ്ങൾ, മുൻഗാമികളായ ആളുകൾ കണ്ടിരുന്നത്. ആരാധനകൾ അവർ നിരതമായിരുന്നു ഈ ദിവസം എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ജുമാ ദിവസത്തിലെ പുണ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ മുൻഗാമികളായ ആളുകൾ ചിലർ വെള്ളിയാഴ്ച രാവിലെ തന്നെ പള്ളിയിൽ വന്നിരുന്നു എന്ന് പോലും കാണാം. നമ്മൾ എത്ര അത്ഭുതമാണത്! വെള്ളിയാഴ്ച രാവിലെ തന്നെ അവർ പള്ളികളിൽ തമ്പടിച്ചിരുന്ന മുൻഗാമികളുടെ ചരിത്രം നമ്മൾ വായിക്കുന്നു. സുബഹി നമസ്കാരത്തിന് നേരത്തെ വന്ന് പിന്നീട് തിരിച്ചു പോകാത്തവരും മുൻഗാമികളിലെ പണ്ഡിതന്മാരിൽ ഉണ്ടായിരുന്നു എന്നാണ്. പെരുന്നാൾ പുലരി പോലെ പള്ളിയിലേക്കുള്ള വഴികളിൽ തിരക്കുപിടിച്ച ദിനങ്ങൾ ഈ ഉമ്മത്തിന്റെ പൂർവികരിൽ കഴിഞ്ഞുപോയിരുന്നു എന്നാണ്. എന്താണ് അങ്ങാടികളിൽ തിരക്ക്, വഴികളിൽ എന്താണ് ഒരു തിരക്ക്? പ്രഭാത സമയത്ത് വെള്ളിയാഴ്ചയിൽ അത്തരം ഒരു തിരക്ക് സലഫുസ് സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രാധാന്യത്തോടുകൂടെ അവർ ഈ ദിവസത്തെ കണ്ടു എന്നുള്ളതാണ്. മറ്റു സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച എന്നത്. അതേപോലെ തന്നെ ഒരു പ്രത്യേകമായ പ്രാർത്ഥനയുടെ സമയം ഹദീസുകളിലൊക്കെ നമ്മൾ വായിക്കുന്നു. ഒരു പ്രത്യേക സമയം, നമ്മുടെ പ്രാർത്ഥനയും നമസ്കാരവും ആ സമയത്തോട് യോജിച്ചു വന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. ആ ഹദീസ് ഇങ്ങനെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅത്തൻ, അതെ തീർച്ചയായും വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹു തആല, ഒരാൾ ആ സമയത്തോട് യോജിച്ചു വരുന്നു, എന്നിട്ട് അയാൾ നമസ്കരിക്കുന്നു, അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു, അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അവന് നൽകപ്പെടാതിരിക്കുകയില്ല, അവന് ലഭിക്കും, അവന് നിർബന്ധമായും ആ ചോദിച്ചത് ലഭിക്കും. എന്നാൽ ആ സമയം എപ്പോഴാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ കാണാം. അത് ജുമായുടെ ആ സമയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണെന്ന് വ്യത്യസ്ത വീക്ഷണങ്ങൾ. എന്നാൽ ലൈലത്തുൽ ഖദർ കൃത്യമായ ഒരു ദിവസം അറിയിക്കാത്തതുപോലെ ആ ദിവസത്തെ അല്ലാഹു അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയിൽ കൂടുതൽ നന്മകൾ അധികരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് ആ വെള്ളിയാഴ്ച ഇത്തരം നന്മകളെ പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജുമുഅക്ക് വന്നാൽ 2 റക്അത്ത്, അതെപ്പോഴും പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചിരിക്കുക എന്നതാണ് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ പ്രവാചകന്റെ പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അങ്ങനെ അയാൾ നമസ്കരിക്കാതെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ചോദിച്ചു, അസ്വല്ലൈത യാ ഫുലാൻ, താങ്കൾ നമസ്കരിച്ചോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഖാല ലാ, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖും ഫർക, നീ എഴുന്നേൽക്കുക, നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിനർത്ഥം ഒരിക്കലും പ്രവാചകന്റെ സഹാബിമാർ തഹിയ്യത്ത് നമസ്കരിക്കാതെ അശ്രദ്ധ കാണിക്കുന്നവരായിരുന്നു എന്നതല്ല. പ്രവാചകന്റെ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് ആദ്യകാലത്ത് പ്രവാചകൻ തർബിയത്തുകൾ കൊടുക്കുക, അങ്ങനെയാണ് ആദ്യകാലത്ത് അവർക്ക് വിഷയങ്ങൾ, സുന്നത്തുകൾ പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുക.
കൊടുത്തത്. അതുകൊണ്ട് തന്നെ പള്ളിയോടുള്ള ഒരു ബാധ്യതയാണ് വന്ന ഉടനെ നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇമാമിനോട് ഏറ്റവും അടുത്തായി ഇരിക്കുക എന്നാണ്. ഇമാമിനോട് അടുത്തു നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പ്രത്യേകമായി ഹദീസുകളിൽ ഉണർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രത്യേകമായി നേരത്തെ വന്നിരുന്ന ആളുകൾക്ക് ഖുർആൻ പാരായണം ദിക്റുകളിലൊക്കെ മുഴുകുമ്പോൾ ദീർഘമായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഉറക്കം വന്നേക്കാം. അവിടെയും പ്രവാചകൻ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂൽ പഠിപ്പിക്കുകയാണ്, ഇദാ നഅസ അഹദുകും വഹുവ ഫിൽ മസ്ജിദ് ഫൽയതഹബ്ബൽ മിൻ മജ്ലിസിഹി ദാലിക ഇലാ ഗൈരിഹി. അവൻ ഉറക്കം വരികയാണെങ്കിൽ അയാൾ ഇരുന്ന സ്ഥലമല്ലാതെ മറ്റൊരിടത്തേക്ക് അവൻ മാറിയിരിക്കട്ടെ എന്നതാണ്. അതേപോലെ വെള്ളിയാഴ്ചയിൽ പ്രത്യേകം സുന്നത്തായി പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സൂറത്താണ് നമുക്കേറെ സുപരിചിതമായ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫ്. അൽ കഹ്ഫ് സൂറത്ത് പ്രത്യേകം പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണോ? അൽ കഹ്ഫ് സൂറത്ത് അത് പാരായണം ചെയ്തവരാണോ? ഈ സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കുന്നവരാണോ നമ്മൾ? പ്രവാചകൻ അൽ കഹ്ഫുമായി ബന്ധപ്പെട്ട ഹദീസ് കാണാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅ, ആരെങ്കിലും ജുമുഅ ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അദാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ, 2 ജുമുഅകൾക്കിടയിൽ അവനൊരു വലിയ പ്രകാശത്തെ അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. ആർക്കാണ്? അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച ഓതിയവന് എന്ന് പറഞ്ഞാൽ അവനൊരു വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുമെന്നാണ്. ഇങ്ങനെ എത്ര ചെറുതും വലുതുമായ എത്ര നന്മകളാണ് സഹോദരങ്ങളെ നമുക്ക് വെള്ളിയാഴ്ചയിൽ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ചയിൽ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്ര കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലൂടെ അവിടെ ജുമുഅ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അതിൽ ആരും ഒഴിവല്ല എന്നാണ്. മരീദ്, മർഅത്ത്, ചെറിയ കുട്ടികൾ, അതേപോലെ തന്നെ അടിമകൾ, ഈ 4 വിഭാഗത്തിനല്ലാതെ എല്ലാവർക്കും പ്രായപൂർത്തിയായവർക്കെല്ലാം ജുമുഅ നിർബന്ധമാണ്. അതിൽ നിന്ന് ഒഴിവാകുക എന്നതിനെ പ്രവാചകൻ ഗൗരവത്തോടെയാണ് കണ്ടത്. ഒരാൾ ന്യായമായ കാരണങ്ങളില്ലാതെ ജുമുഅയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ചില ശീലങ്ങൾ ചിലരിൽ, ചില മുനാഫിഖുകളിൽ കണ്ടപ്പോ റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് ഉണർത്തി, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുഅ, ജുമുഅകളിൽ നിന്ന് ഒഴിവാകുന്നവർ അവർ അതിൽ നിന്ന് മാറി നിന്നുകൊള്ളട്ടെ, അവർ അതിൽ നിന്ന് മടങ്ങിക്കൊള്ളട്ടെ എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും ജുമുഅയിൽ നിന്ന് തുടർച്ചയായി ഒഴിവായാൽ ഖതമല്ലാഹു അലാ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരു അടപ്പിടും. അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരു സീല് വെക്കുന്നതാണ്. സീല് വെച്ചാലോ അവന്റെ ഹൃദയം മുനാഫിഖിന്റെ ഹൃദയം പോലെ ആയിത്തീരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ജുമുഅയെ വളരെ സീരിയസ് ആയി, വളരെ ഗൗരവത്തോടെ സമീപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി, അതിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ മനസ്സിലാക്കി, ആ നിലക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആ നന്മകൾ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പഠിപ്പിച്ച ഈ നന്മകളെല്ലാം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ സുബഹി നമസ്കാരം അത് പോലും ശ്രേഷ്ഠമാണ് എന്ന് ഹദീസിൽ കാണാം. അഫ്ളലു സ്വലവാത്തി ഇൻദല്ലാഹി സ്വലാത്തു സുബ്ഹി യൗമൽ ജുമുഅത്തി ഫീ ജമാഅത്തി, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായുള്ള സുബഹി നമസ്കാരമാണ്. സ്വഹീഹുൽ ജാമി അതിൽ പ്രത്യേകമായി ഓതിയ സൂറത്ത് പോലും ഹദീസിൽ കാണാം. സൂറത്തു സജദയും അതേപോലെ സൂറത്തു ദഹർ അല്ലെങ്കിൽ സൂറത്തുൽ ഇൻസാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വെള്ളിയാഴ്ച നമ്മൾ വളരെ ഗൗരവപൂർവം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വെള്ളിയാഴ്ചയിൽ
കഴിയാവുന്നവർ, പറ്റാവുന്നവർ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നത് പലപ്പോഴും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്നത്താണ്. നമുക്ക് പറ്റാവുന്ന ജോലിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും, എന്നാലും പറ്റാവുന്നവർ ബോധപൂർവം നമ്മൾ വൈകി വരിക എന്നത് അതിനെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെ വരുന്ന ആളുകൾക്കുള്ള പ്രതിഫലം പറഞ്ഞ ഹദീസ് കാണാം. മനിഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബ, ജനാബത്ത് കുളിക്കും പോലെ കുളിച്ച് ഒരാൾ ജുമുഅക്ക് വല്ലവനും വന്നു. അങ്ങനെ റസൂൽ പറഞ്ഞു സുമ്മ റാഹ ഫകഅന്നമാ ഖറബ ബദന, അതിന്റെ ആദ്യ സമയത്തു തന്നെ എത്തിയവന് അവൻ അവന്റെ പ്രതിഫലം എന്താണ്? ആദ്യ സമയത്തു തന്നെ എത്തിയ ആളുകൾ ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തവനെ പോലെയാണ് അവൻ. ആദ്യ സമയത്ത് പള്ളിയിൽ എത്തിയ വ്യക്തികൾ. രണ്ടാമത്തെ പ്രവാചകൻ പറഞ്ഞു വമൻ റാഹ ഫി സഅത്തി സാനിയ, രണ്ടാമത്തെ സമയത്തെത്തിയ ആളുകൾ ഫകഅന്നമാ ഖറബ ബഖറ, അവനൊരു ബഖറയെ രണ്ടാമത്തെ മണിക്കൂറിലാണ് അവൻ എത്തിയതെങ്കിൽ അവനുള്ള പ്രതിഫലം എന്താണ്? അവനൊരു പശുവിനെ ബലി ചെയ്തവന് തുല്യമാണ്, എന്നിട്ട് ദാനധർമ്മം ചെയ്തവന് തുല്യമാണ്. വമൻ റാഹ ഫി സഅത്തി സാലിസ, മൂന്നാമത്തെ സമയത്തെത്തിയവന് ഫകഅന്നമാ ഖറബ കബ്ശൻ അഖ്റൻ, തടിച്ചു കൊടുത്ത ഒരു ആടിനെ അറുത്ത് അത് ദാനം ചെയ്തവന്റെ പ്രതിഫലമാണ് മൂന്നാമതെത്തിയ ആൾ. നാലാമതെത്തിയ ആളുകൾക്ക് വമൻ റാഹ ഫി സഅത്തി റാബിഅ, നാലാമത്തെ സമയത്തെത്തിയ ആളുകൾക്ക് ഫകഅന്നമാ ഖറബ ദജാജ, ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്തവന്റെ പ്രതിഫലമാണ്. വമൻ റാഹ ഫി സഅത്തിൽ ഖാമിസ, അഞ്ചാമത്തെ സമയത്തെത്തിയ ആളുകൾക്കോ ഫകഅന്നമാ ഖറബ ബൈദ, ഒരു കോഴിമുട്ട ദാനം ചെയ്തവന്റെ പ്രതിഫലമാണ്. എന്താണ് ഈ ഒന്നാമതെത്തുക എന്നതാണോ? അല്ല. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് സൂര്യൻ ഉദിച്ചതു മുതൽ ഇമാം മിമ്പറിലേക്ക് കയറുന്നത് വരെയുള്ള ആ സമയത്ത് 5 ഭാഗങ്ങളാക്കുക. ആ 5 ഭാഗങ്ങൾ 5 പാർട്ടാക്കുക. അതിന്റെ ആദ്യ സമയം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സമയം, മൂന്നാമത്തെ സമയം, നാലാമത്തെ സമയം, അഞ്ചാമത്തെ സമയം ഇമാമ മെമ്പറിലേക്ക് കയറുന്ന അവിടുത്തെ ലാസ്റ്റ് ടൈമാണ്. ഈ 5 സമയത്താണ്. ഇതിൽ ഏതു നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ ഇമാമ മെമ്പറിലേക്ക് കയറിയിട്ടും പള്ളിയിലേക്ക് വരുന്ന ആളുകൾ, അവരെ പറ്റി റസൂൽ പറഞ്ഞതാണ് ഫൈദാ ഖറജൽ ഇമാം, ഇമാമ മെമ്പറിലേക്ക് പുറപ്പെട്ടു ഹളറത്തിൽ മലായികത്തു യസ്തമിഊന ദിക്ർ, ഇമാമിന്റെ ഉത്ബോധനം കേൾക്കാൻ മലക്കുകൾ അവർ സദസ്സുകളിലിരിക്കും, അവർ ഹാദിറാകും, അവർ സന്നിഹിതരാകും, അവരുടെ ഏടുകൾ അടച്ചു വെക്കുമെന്നാണ്. അപ്പൊ വരുന്ന ആളുകളുടെ പേരുകൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തുന്ന വാതിലുകളിൽ മലക്കുകൾ കാത്തു നിൽക്കുന്നു. എന്നാൽ അവരുടെ റെക്കോർഡ് ബുക്കുകൾ അടച്ചു വെക്കുകയാണ് ഇപ്പോ ഇമാമ മെമ്പറിലേക്ക് കയറിയതിനു ശേഷം. എന്ന് പറഞ്ഞാൽ അവർക്ക് തീർത്തും ജുമാ ഇല്ല എന്നൊന്നുമല്ല, മറിച്ച് ആ രേഖകളിൽ ഇടം പിടിക്കുന്നില്ല ജുമാ തുടങ്ങിയതിനു ശേഷം വന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൗരവത്തോടുകൂടെ നമ്മൾ കഴിയുന്നതും നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടും. അല്ലെങ്കിൽ ഇമാമ മെമ്പറിലേക്ക് കയറുന്നതിന് മുമ്പെങ്കിലും നമ്മൾ പള്ളിയിൽ എന്ത് ചെയ്യണം? എത്താൻ വേണ്ടി പ്രത്യേകമായി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ജുമുഅ കഴിഞ്ഞ്, നമുക്കറിയാം നമസ്കാരം കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞ് നമുക്ക് ധാരാളം ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, അദ്കാറുകളുണ്ട്. ഇവിടെയൊക്കെ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ കാര്യങ്ങൾക്ക് നമ്മൾ ബോധപൂർവം സമയം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതമാവുക, നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ കൈകളിൽ വേണം. എന്നാൽ പലപ്പോഴും ദുനിയാവിന്റെ ശുഗലുകളിൽ വളരെ അർജന്റായ സീരിയസ് ആയ വിഷയങ്ങൾക്ക് പോകുന്നതിനെ പറ്റിയല്ല. വല്ല തിരക്കുകളൊന്നും, കാര്യപ്പെട്ട തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജുമുഅ കഴിഞ്ഞാലും നമുക്ക് ദിക്റുകൾക്ക്, ദുആകൾക്ക് നമ്മൾ സമയം കണ്ടെത്തണമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ജുമുഅ ശ്രദ്ധിച്ചു കേൾക്കുക. ജുമുഅയിൽ നിന്ന് എന്തെങ്കിലും അശ്രദ്ധമാകുന്ന ഒന്നും ഒരാളിൽ ഉണ്ടാകാൻ പാടില്ല. ഉറക്കം, സംസാരം, അതേപോലെ തന്നെ മറ്റു ശുഗലുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രവാചകന്റെ പള്ളിയിൽ നമുക്കറിയാം
മണലാണ്. അവിടെ മണല് വാരി കളിക്കുന്ന ഒരു സംഭവം പ്രവാചകൻ കണ്ടപ്പോ റസൂൽ പറഞ്ഞു, മണല് വാരി കളിക്കുന്നവന്റെ ജുമാക്ക് ഭംഗം വന്നിരിക്കുന്നു, കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്ന പ്രവാചകന്റെ പള്ളി നമുക്കറിയാം. അത് ആ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ അശ്രദ്ധ വരുന്ന എന്തൊക്കെയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒഴിവായി നമ്മൾ മറ്റൊരു തസ്കിയത്ത് ക്ലാസ് കേൾക്കുന്നത് പോലെയല്ല. ജുമുഅ എന്നത് ഒരാളിൽ നിർബന്ധമായ കാര്യമാണ്. അവിടെ കൃത്യമായ നിയമങ്ങളും മര്യാദകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ ജുമാ നമസ്കാരത്തിന് ശേഷം സുന്നത്ത് നമസ്കാരമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളിൽ ഒരാൾ ജുമാ നമസ്കരിച്ചാൽ അതിനുശേഷം അവൻ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊള്ളട്ടെ. ഇമാം മുസ്ലിം 881 ഹദീസ്. ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി 2 റക്അത്ത് ജുമാക്ക് ശേഷം പള്ളിയിൽ നിന്നും പിരിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്തും നമസ്കരിക്കുമെന്ന ഇമാം ബുഖാരിയുടെ 937 ഹദീസും നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ജുമുഅ ഈ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ജുമുഅ നിർവഹിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? 2 ജുമുഅകൾക്കിടയിൽ ഗുഫിറ ലഹു മാ ബൈനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, 2 ജുമുഅകൾക്കിടയിലുള്ള അവന്റെ ചെറുപാപങ്ങളെല്ലാം അതിലൂടെ പരിഹരിക്കപ്പെടും. അത് പൊറുക്കപ്പെടാൻ അത് കാരണമാകുന്നതാണ്. അതിനൊരു കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്. കഴിഞ്ഞ ജുമാ മുതൽ ഈ ജുമാ വരെ നമ്മൾ ഈ പറഞ്ഞ മര്യാദകളും അദബുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ തെറ്റുകൾ വരാത്തവരുണ്ടോ? ചെറുതും നമ്മൾ അറിയാതെയും വന്ന പാപങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ധാരാളം നന്മകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജുമുഅ ദിവസം നന്മകൾ അധികരിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, ദുആകൾ അധികരിപ്പിക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, അതിന്റെ ആദാബുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ സുന്നത്തുകളെ അതേപോലെ അപ്രകാരം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ സഹോദരൻ മഷൂദിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു, നമ്മൾ അറിഞ്ഞു. അല്ലാഹു ആ സഹോദരിക്ക്, ആ ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു നീ അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മറ്റു മുഅ്മിനീങ്ങൾ അല്ലാഹു നീ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ അല്ലാഹു നീ അവർക്കെല്ലാം രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.